ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം മലയാളികൾക്കൊക്കെ സുപരിചിതമാണല്ലേ. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നടൻ ഇന്നസെന്റ് എഴുതിയ പുസ്തകമാണത്. അതുപോലൊരു പുസ്തകം ഇന്ന് ലോക അർബുദ ദിനമായ ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. അർബുദത്തെക്കുറിച്ച് അവബോധം വളർത്താനും പ്രതിരോധം തീർക്കാനുമായി തൃശൂർ മുളങ്കുന്നത്തുകാവ് സ്വദേശി രചിച്ച ക്യാൻസ് വാർ എന്ന പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. ഹെപ്റ്റോസ്പ്ലെനിക് ടി സെൽ ലിംഫോമ എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും അപൂർവമായ അർബുദത്തെ ചെറുത്തു തോൽപ്പിച്ച സത്യൻ വാര്യറാണ് പുസ്തകത്തിന്റെ രചയിതാവ്. ക്യാൻസ് വാർ എന്നാണ് ഈ പുസ്തകത്തിന് പേര് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ക്യാൻസർ എന്ന മഹാമാരി, അതിനോട് യുദ്ധം ചെയ്ത് പോരാടുക, അതിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പോൾ ഇന്നത്തെ ഈ ലോക ക്യാൻസർ ദിനത്തിൽ എനിക്ക് ഒപ്പമുള്ളത് അത്തരത്തിൽ ക്യാൻസറിനോട് പൊരുതി ജയിച്ച, അതിനുശേഷം ഇത്തരത്തിലൊരു ബുക്ക് എഴുതി തീർത്ത ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഞാൻ ബാംഗ്ലൂരിലുള്ള സമയത്താണ് പനി പിടിച്ചത്. നാട്ടിൽ വന്ന് ഇവിടുത്തെ ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ റെഫർ ചെയ്തു ഓങ്കോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഓങ്കോളജിസ്റ്റിനെ പോയി കണ്ടപ്പോൾ ആണ് ബയോപ്സി എടുത്തു. ഹെട്രോസ്പ്ലെനിക് ടി സെൽ ലിംഫോമ. അപ്പോൾ എനിക്ക് ഈ ലിംഫോമ മാത്രമേ മനസ്സിലായുള്ളൂ, ബാക്കിയൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. റെയർ കേസ് ഓഫ് ലിംഫോമയാണ്. ഇന്ത്യയിൽ തന്നെ ഡിറ്റക്റ്റ് ചെയ്യാത്തൊരു ചികിത്സിച്ച കേസസ് ഇല്ല. കീമോ പ്ലസ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ആണ് സജസ്റ്റ് ചെയ്തത്. 2016 ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ അത് എൻ്റെ ഒരു ട്വിൻ ബ്രദർ ഉള്ളതുകൊണ്ട് സ്റ്റെം സെൽസ് എടുക്കാൻ 100% മാച്ച് ആയതുകൊണ്ട് എനിക്ക് യുദ്ധത്തിൽ സഹായമായി ഈ ക്യാൻസറിൻ്റെ യുദ്ധത്തിൽ. അതിനുശേഷം ഇപ്പം 10 വർഷത്തോളമായി ഈ ക്യാൻസർ എന്ന വ്യാധി വിട്ടുമാറിയിട്ട് ഇത്തരത്തിലൊരു ബുക്ക് എഴുതാനുള്ള പ്രചോദനം എന്തായിരുന്നു? ആൾക്കാരെ അറിയിക്കണം ഇതിനെപ്പറ്റി, ഇതിൻ്റെ എന്താ പറയുക, ഇൻഫോർമേഷൻ കൊടുക്കണം എന്നുള്ളൊരു ധാരണയിലാണ് ബുക്ക് എഴുതാൻ തീരുമാനിച്ചത്. പേരിന് പിന്നിൽ നൽകിയിരിക്കുന്ന ഒരു വാചകം എന്താണ്? പേര് ശരിക്ക് ക്യാൻസറിൻ്റെ ഒരു സാമ്യമുള്ളൊരു വാക്ക് വേണമെന്നുള്ള ഒരു ഇതായിരുന്നു. വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ പേരും ഇതിലുണ്ട്, SWAR. അപ്പോൾ സത്യൻ വാര്യർ എന്നുള്ളൊരു പേരും അതിൽ ഇൻക്ലൂഡ് ചെയ്തു. ഈ ഒരു വ്യാധി ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ പൊരുതുന്ന ഒരു സമയത്ത് കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അവരും തളരാൻ പാടില്ല. പേഷ്യൻ്റ് അല്ലാണ്ട് ഈവൻ നമ്മളെ നോക്കണ ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർ, ഫ്രണ്ട്സ് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നല്ലോണം. എങ്ങനെ ഈ ക്യാൻസറിനോട് പൊരുതാം, അല്ലെങ്കിൽ എത്തരത്തിൽ ഇതിനെ അതിജീവിക്കാം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിതിൽ നിന്നും വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. സുജി പട്ടാമ്പിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. പലപ്പോഴും ക്യാൻസർ ബാധിക്കുമ്പോൾ രോഗികളും അവരുടെ ബന്ധുക്കളും ഒക്കെ തളർന്നു പോകുമെന്നതാണ് ഒരു വസ്തുത അല്ലേ. മാനസികമായി വളരെ വിഷമത്തിലൂടെയായിരിക്കും കടന്നു പോകുന്നത്. അങ്ങനെയുള്ള മനുഷ്യർക്കൊക്കെ പ്രചോദനമാകുന്നത് ഇപ്പോൾ സത്യൻ വാര്യരെ പോലെയുള്ള മനുഷ്യരാണ്. അവരെഴുതുന്ന പുസ്തകങ്ങളൊക്കെ തന്നെയാണ് അല്ലേ. കൂടുതൽ പ്രചോദനമാകാനും കരുത്തേകാനും ഒക്കെ ഇത് സാധിക്കുമെന്നത് തന്നെയാണ്. നിതിൻ തോമസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിതിൻ, പറയൂ, ഇദ്ദേഹത്തെക്കുറിച്ചും ഈ പുസ്തകത്തെക്കുറിച്ചും ഒക്കെ കൂടുതൽ വിശേഷങ്ങൾ. 10 വർഷങ്ങൾക്ക് മുമ്പാണ് ഹെപ്പറ്റോസ്പ്ലെനിക് ടി സെൽ ലിംഫോമ എന്നൊരു അപൂർവങ്ങളിൽ അപൂർവമായ അർബുദ രോഗം സത്യൻ വാര്യറിന് പിടിപെടുന്നത്. അദ്ദേഹം ബാംഗ്ലൂരിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ആദ്യമൊക്കെ ഒരു പനി, അത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളാണ് കാണിച്ചത്. അതിനുശേഷം ചെക്ക് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു രോഗമാണ് തനിക്ക് പിടിപെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പം അന്നത്തെ കാലമായിരുന്നാലും ഇന്നത്തെ കാലമായിരുന്നാലും, അതായത് 10 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഈ ഒരു രോഗത്തിന് കൃത്യമായ ചികിത്സാ രീതി ഇപ്പോഴും നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ ഇതിന് ഇല്ല എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. കാരണം അത്രമേൽ അപൂർവങ്ങളിൽ അപൂർവമായൊരു അർബുദമാണ് സത്യൻ വാര്യറിന് പിടിപെട്ടത് എന്നുള്ളതാണ്. അപ്പോൾ 2 കാര്യങ്ങൾ കൊണ്ടിട്ടാണ് അദ്ദേഹം ഒരുപക്ഷെ അതിൽ നിന്ന് മോചനം നേടിയത്, അല്ലെങ്കിൽ അതിനോട് പൊരുതി ജയിച്ചത് എന്ന് പറയാം. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനോധൈര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നുമൊക്കെ അദ്ദേഹത്തിന് ലഭിച്ച മനോധൈര്യം. 2 എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇരട്ട സഹോദരൻ്റെ ബോൺ മാരോ ചെക്ക് ചെയ്തപ്പോൾ ഇരട്ട സഹോദരനുമായിട്ട് 100% മാച്ച് ആയതുകൊണ്ട് മാത്രമാണ് ബോൺ മാരോയിലൂടെ അദ്ദേഹത്തിന് അർബുദ രോഗത്തിനെ ചെറുത്ത് തോൽപ്പിക്കാൻ സാധിച്ചത്, ഒരു രോഗശാന്തി ലഭിച്ചത്. അതിനുശേഷം ആലോചിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തിനാണ് ഈ ഫെബ്രുവരി 4 എന്ന് പറയുന്ന ഒരു ദിവസം ആചരിക്കുന്നത്, അതായത് ലോക അർബുദ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. അപ്പോൾ അദ്ദേഹവും ചിന്തിച്ച ഒരു കാര്യമുണ്ട്,
നമുക്ക് ചുറ്റുമുള്ളവർക്ക് പലർക്കും ഈ അർബുദം എന്ന മഹാവ്യാധി വരുന്നു. പക്ഷേ പലരും ആ ഒരു പോരാട്ടത്തിൽ തോറ്റുപോകുന്നു. അപ്പോൾ എന്തുകൊണ്ടിട്ട് അങ്ങനെ സംഭവിക്കുന്നു? അല്ലെങ്കിൽ എന്തിനാണ് ഈ ഫെബ്രുവരി 4 എന്നുള്ള ഒരു ദിവസം അർബുദ ദിനമായിട്ട് ആചരിക്കുന്നത്? അപ്പോൾ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ഇതിനെതിരെ ഒരു അവബോധം തീർക്കുക, അതുപോലെ തന്നെ ഇതിനെ പൊരുതി നമുക്ക് ജയിക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവബോധം തീർക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ക്യാൻസ് വാർ എന്നുള്ള ഒരു പുസ്തകം ഈ സത്യൻ വാര്യർ രചിക്കുന്നത്. വളരെയേറെ സമയം ചെലവഴിച്ചാണ് അദ്ദേഹം ഈ ഒരു ബുക്ക് എഴുതുന്നത്. എങ്ങനെ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ചികിത്സ നേടണം എന്നുള്ളതല്ല, നമ്മുടെ മനസ്സിനെ നമുക്ക് എങ്ങനെ പാകപ്പെടുത്താം, ഇതിനെതിരെ എങ്ങനെ പോരാടാം എന്നുള്ളത്. ഇപ്പോൾ ഏത് രോഗമാണെങ്കിലും മനക്കരുത്ത് കൂടി വേണം നമുക്ക് അതിനെ പൊരുതി തോൽപ്പിക്കാൻ എന്ന് പറയുമല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ, ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ തീർച്ചയായും അതിന് പ്രചോദനമാകുന്നവർ തന്നെയാണ്. ശരി നിതിൻ.